കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എറണാകുളത്ത് വെച്ച് മിയ എന്നൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. ഈ പുള്ളിക്കാരി ഒരു വിദേശ വനിതയാണ്, ഒരു ജർമ്മൻകാരിയാണ്. ഞാൻ ഈ മിയയായിട്ട് യൂറോപ്യൻ രീതികളെ പറ്റി കുറെ സംസാരിച്ചു. ഈ മിയ ഒറ്റയ്ക്കാണ് ജർമ്മനിയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. അപ്പം ഈ മിയയ്ക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ ഓസ്ട്രേലിയക്കാരാണ്. ഓസ്ട്രേലിയക്കാരും ന്യൂസിലൻഡിൽ നിന്നൊക്കെ വരുന്നവരാണ്. അവരും വനിതകൾ തന്നെയാണ്. അപ്പം അവരെല്ലാം ഈ കേരളത്തിൽ ഒരുമിച്ച് മീറ്റ് ചെയ്തു. അവരെല്ലാം കൂടി ഒരുമിച്ച് ട്രിവാൻഡ്രത്ത് മീറ്റ് ചെയ്തു. അപ്പം മിയയാണ് ആദ്യം ട്രിവാൻഡ്രത്ത് വന്നത്. അപ്പം മിയ അത് കഴിഞ്ഞ് രാവിലെ ഒരു ദിവസം 5 മണിക്ക് എത്തിയത്. അപ്പം 5 മണിക്ക് എത്തിയിട്ട് അപ്പം തന്നെ ഹോട്ടൽ റൂമിലൊക്കെ പോയി. അപ്പം ഈ മിയ ഈ ജർമ്മനിയിലും ഈ സ്ലോവക്യയിലും പിന്നെ ഈ യൂറോപ്പിലൊക്കെയാണ് ജീവിച്ചത്. അപ്പം പെട്ടെന്ന് ഈ യൂറോപ്പിന്റെ പുറത്തേക്ക് ആദ്യം എത്തുന്നത് ഇന്ത്യയിലാണ്, അതും കേരളത്തിൽ ആദ്യം എത്തുന്നത്. പുള്ളിക്കാരി കേരളത്തിലെത്തിയപ്പം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. അവിടുത്തെ യൂറോപ്യൻ കൾച്ചറുമായിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മുടെ സ്ട്രീറ്റ് തന്നെ ഭയങ്കര വ്യത്യസ്തമാണ്. അപ്പം ഈ മിയ ഒരിക്കലും വലിയ റിസർച്ചും സ്റ്റഡിയൊന്നും നടത്തിയില്ല ഈ ഇന്ത്യ എങ്ങനെയാണ്, അല്ലാണ്ട് ഈ മാഗസീനിലൊക്കെ കണ്ടൊരു പരിചയം മാത്രമേ ഉള്ളതെന്നാണ് ഈ മിയ പറഞ്ഞത്. രാവിലെ ഇവിടെ എയർപോർട്ടിൽ എത്തിയപ്പം ഈ ഹോട്ടൽ റൂമിലേക്കൊക്കെ പോകുന്ന വഴിക്ക് പുള്ളിക്കാരിക്ക് ഭയങ്കര അതിശയമായിട്ടാണ് തോന്നി. വഴിയൊക്കെ എന്താ ഇങ്ങനെ, ആളുകളൊക്കെ എന്താ ഇങ്ങനെ. ഈ ഹോട്ടലിന്റെ വാതിക്ക് എത്തിയിട്ട് അപ്പുറത്തേക്കൊന്ന് ക്രോസ് ചെയ്ത് പോകാൻ തന്നെ ഈ ഡ്രൈവറിന്റെ ആവശ്യം വന്നു. ഈ ഡ്രൈവർ തന്നെ മിയനെ ഗൈഡ് ചെയ്താണ് അപ്പുറത്തെത്തിച്ചത്. അപ്പം അത്രയ്ക്ക് അതിശയമായിപ്പോയി. എല്ലാം ഭയങ്കര യൂറോപ്പായിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് പുള്ളിക്കാരിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പുള്ളിക്കാരുടെ ഫ്രണ്ട്സൊക്കെ ഈ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ എത്തി, ഓസ്ട്രേലിയ ന്യൂസിലൻഡിൽ നിന്നൊക്കെ എത്തി. അപ്പം അവരുമായിട്ടൊക്കെ ഒരു 16 ദിവസത്തെ സൈക്കിൾ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്, ബൈസൈക്കിൾ ട്രിപ്പ്. അപ്പം അവർ ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ട്രിവാൻഡ്രം, വർക്കല, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, ഫോർട്ട് കൊച്ചി, പിന്നെ അവിടെ നിന്ന് നേരെ മൂന്നാർ, പിന്നെ അവിടെ നിന്ന് നേരെ തമിഴ്നാട്. അപ്പോൾ ഒരു 16 ദിവസം എടുത്തവർ മൊത്തത്തിൽ സൈക്കിളിൽ ഈ തമിഴ്നാട് വരെ കറങ്ങി പോകാനും തിരിച്ചു വരാനും. അപ്പം അങ്ങനെ പോയപ്പോൾ ഈ മിയയ്ക്ക് കുറെ ചാലഞ്ചസ് ഒക്കെ നേരിടേണ്ടി വന്നു. അപ്പം മിയയുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഫുൾ സ്ലീവ് ഒക്കെ ഇട്ടാണ് സൈക്കിൾ ചവിട്ടിയത്. പക്ഷെ മിയ അങ്ങനെയല്ല, അതിന് സ്ലീവ്ലെസ് ഒക്കെ ഇട്ടാണ് ചവിട്ടിയതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ക്ലൈമറ്റ് കാരണം പുള്ളിക്കാരിക്ക് ഈ സൺസ്ക്രീൻ അലർജി ആയതുകൊണ്ടും സൺസ്ക്രീൻ ഒന്നും തേച്ചില്ല. അപ്പം നന്നായിട്ട് സ്കിൻ ബേൺ ഉണ്ടായി. അപ്പം അതിന്റെ ഫോട്ടോസൊക്കെ എന്നെ കാണിച്ചായിരുന്നു, നന്നായിട്ട് സ്കിൻ ബേൺ ഒക്കെ ഉണ്ടായത്. പുള്ളിക്കാരുടെ കയ്യിലും കഴുത്തിലൊക്കെ നന്നായിട്ട് ഈ സൺബേണിന്റെ പ്രശ്നങ്ങൾ ആ ഫോട്ടോയിൽ എനിക്ക് കാണാൻ പറ്റി. പക്ഷെ മിയ അത് കഴിഞ്ഞ് ഫ്രണ്ട്സുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി കുറെ ഓയിൻമെന്റ് ഒക്കെ തേച്ചെന്നാണ് പറഞ്ഞത്. ഈ മിയ പറയുക, നമ്മളിപ്പോൾ യൂറോപ്പിൽ ഇതിൽ കൂടുതൽ ദിവസങ്ങൾ അവർ സൺലൈറ്റിൽ കറങ്ങാറുണ്ട്, പക്ഷെ ഇത്രയും സൺബേൺ എനിക്ക് എൻ്റെ ബോഡിയിൽ കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ക്ലൈമറ്റ് സത്യത്തിൽ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് അല്ല സത്യത്തിൽ. ഇതുപോലെ തന്നെ ഇവിടെ കുറെ പേര് പാടത്തും ഈ പണി സ്ഥലത്തൊക്കെ ഇതുപോലെ തന്നെ ദിവസങ്ങൾ, ഒരു വർഷത്തോളം ഒക്കെ വെയിലും കൊണ്ട് പണിയെടുക്കുന്നുണ്ട്. അവർക്കൊന്നും സൺബേൺ വരുന്നില്ല. ബിക്കോസ് അവരത് യൂസ് ആയിട്ടില്ല. അവര് പറയുന്നുണ്ട് അവരുടെ നാട്ടിൽ ഇതിനേലും വെയിൽ കൊള്ളുന്നുണ്ട്, പക്ഷെ അവർക്ക് ഈ സൺബേൺ വരുന്നില്ല. പക്ഷെ ഇവിടെ സൺബേൺ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആണ് പുള്ളിക്കാരി ഫേസ് ചെയ്തത്. ഇവിടുത്തെ ക്ലൈമറ്റ് ഒട്ടും പിടിക്കത്തില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ ഫുഡ് കൾച്ചറൊക്കെ പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് നമ്മുടെ നാടൻ ഫുഡൊക്കെ പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ എടുത്തു ചോദിച്ചു, നമ്മുടെ ഫുഡൊന്നും ഇവിടുത്തെ അത്ര ഹെൽത്തി അല്ല, ഇവിടെ മൊത്തം കാർബോഹൈഡ്രേറ്റ്സ് നിറഞ്ഞ ഫുഡാണ്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു അവിടെയും അങ്ങനെയൊക്കെ തന്നെ, ജർമ്മനിയിലും സ്ലോവക്കിയിലും ഒക്കെ അങ്ങനെ തന്നെയാണെന്നാണ് പറഞ്ഞത്. ഇപ്പം ഇൻ കേസ് നമ്മുടെ ഇവിടെ ഇപ്പം റെയിൽവേ സ്റ്റേഷൻ കടകളിലൊക്കെ ഈ പാക്കറ്റ് പ്രൊസസ്ഡ് ഫുഡൊക്കെ വിൽക്കുന്നത്. പക്ഷെ അവിടെ അങ്ങനെയല്ല, അവിടെ ബിയർ വരെ വിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്നാൽ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ പോയി നിന്നാൽ അവിടുത്തെ സാധാ കടകളിൽ വരെ ബിയർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് മിയ ഇവിടുത്തെ ആൽക്കഹോളും അവിടുത്തെ ആൽക്കഹോളുമായിട്ട് കമ്പയർ ചെയ്തു. അപ്പം പുള്ളിക്കാരി ഇവിടെ ഒന്ന് കിങ് ഫിഷറൊക്കെ കുറെ കുടിച്ച്. അപ്പൊ ഈ കിങ് ഫിഷറൊക്കെ കുടിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞാൽ എനിക്കത് വെള്ളം പോലെയാണ് തോന്നിയെന്നാണ് പറഞ്ഞത്. അപ്പൊ എനിക്കത് ഭയങ്കര അത്ഭുതമായി പോയി. ഞാനിപ്പോൾ വെള്ളം അടിക്കുന്നില്ല, ഞാൻ ഒരിക്കലും ആരെ വെള്ളം അടിക്കാൻ പറയത്തുമില്ല, അതെന്റെ വീഡിയോ കാണുന്ന ആളുകൾക്കറിയാം. പക്ഷെ ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് വെള്ളം അടിച്ചിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ 2-2.5 ബോട്ടിൽ മാത്രമേ എനിക്ക് കുടിക്കാൻ പറ്റത്തുള്ളൂ കിങ് ഫിഷർ. അത് കുടിച്ചാൽ ഞാൻ ഓഫാണ്. പക്ഷെ മിയ പറഞ്ഞതെന്ന് വെച്ചാൽ മിയ ഇവിടെ 7 ബോട്ടിൽ കിങ് ഫിഷർ ബിയർ കുടിച്ചു. അത് വെറും വെള്ളമായിട്ടാണ് പുള്ളിക്കാരിക്ക് തോന്നിയെന്നാണ് പറഞ്ഞത്, ഒന്നും തോന്നിയില്ലെന്നാണ് പറഞ്ഞത്. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായി പോയി. 7 കുപ്പി ബിയർ കുടിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ലെന്ന്. അപ്പം ഞാനത് പുള്ളിക്കാരത്ത് ചോദിച്ചു, വെറുതെ തമാശ പറയുമല്ലേ, ഇത് 7 ബിയറൊന്നും ഇവിടുത്തെ വലിയ വലിയ കുടിയന്മാർ കുടിച്ചാൽ പോലും അവർ കിടന്നു പോകുന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം പുള്ളിക്കാരി പറഞ്ഞ് നമുക്ക് അങ്ങനെയല്ല, യൂറോപ്യൻകാർക്ക് അവരുടെ വയറ്റിൽ എൻസൈം ഉണ്ട്. അപ്പം എൻസൈമിന്റെ പേര് അന്ന് ഈ മിയ പറഞ്ഞില്ല. പിന്നീട് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ എനിക്കത് സത്യമാണെന്ന് മനസ്സിലായത്. അവരുടെ വയറ്റിൽ എൻസൈം ഉണ്ട്, ആൽക്കഹോൾ ഡീഹൈഡ്രോജനൈസ് എന്നാണ് ആ എൻസൈമിന്റെ പേര്. ഈ എൻസൈം അവരുടെ വയറ്റിൽ കൂടുതൽ, ഏഷ്യൻസിനേക്കാളും അല്ലെങ്കിൽ ഇന്ത്യക്കാരേക്കാളും കൂടുതലുണ്ടെന്ന് അവർ പറയുന്നത്, പ്രത്യേകിച്ച് ഈ നോർത്തേൺ യൂറോപ്പിലുള്ളവർക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റും. ഈ ആൽക്കഹോൾ കൊണ്ടുണ്ടാകുന്ന ഈ സൈഡ് എഫക്ട്സിനെയൊക്കെ അവർക്ക് കുറേയൊക്കെ അതിജീവിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യൻസിന്റെ ബോഡിയിൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസിന്റെ ബോഡിയിൽ ALDH2 എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. അപ്പം അതുള്ളത് കൊണ്ടും നമുക്ക്
ഈ സൈഡ് എഫക്ട്സ് കൂടുതലായിട്ട് തോന്നും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കപ്പാസിറ്റി കുറവായിരിക്കും അവരെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇല്ലെങ്കിൽ നമുക്ക് ആൽക്കഹോൾ ഇൻടോളറൻ്റ് ആയിരിക്കും. പിന്നെ അതിനെപ്പറ്റി ഞാൻ കുറേ നോക്കിയപ്പം ഓരോരുത്തരുടെ ജനറ്റിക്സ് വെച്ച് ഈ എൻസൈമിൻ്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാമെന്നും പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരിക്കലും ആൽക്കഹോൾ കുടിക്കില്ല. നിങ്ങൾ ഏത് നാട്ടുകാർ വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ഏഷ്യൻസ് ആയിക്കോട്ടെ, യൂറോപ്യൻസ് ആയിക്കോട്ടെ, ആരാണെങ്കിലും നിങ്ങൾ ആൽക്കഹോൾ കുടിക്കില്ല. അത് തന്നെ പുള്ളിക്കാരിയും പറയുന്നത്. അത് നമ്മുടെ ഹെൽത്തിന് ഒട്ടും നല്ലതല്ല. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആൽക്കഹോൾ ഇതുപോലെയൊക്കെ കഴിച്ചിട്ടുള്ളത്. പിന്നീട് ഞാൻ ആൽക്കഹോൾ കഴിച്ചിട്ടില്ല. പിന്നീട് മിയ പറഞ്ഞ നമ്മുടെ ഇവിടുത്തെ ആളുകളുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയാണ്. എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് മിയ. ഇപ്പം നമ്മുടെ ആളുകൾക്ക് ഇന്ന ടൈം അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരും ഭയങ്കര ഫ്രീ ആയിട്ടൊക്കെ നടക്കുന്നത്. ഇപ്പം ഇൻ കേസ് നിങ്ങൾ ദുബായിലൊക്കെ പോയാൽ മതി. അവിടെ രാവിലെ 8 മണിക്ക് നിങ്ങൾ ഷിഫ്റ്റിന് കയറിയാൽ വൈകിട്ട് 8 മണിക്ക്, രാത്രി 9 മണിക്കൊക്കെ ഇറങ്ങുന്നത്. അതൊക്കെ നോർമൽ വർക്കിംഗ് ടൈമാണ് അവിടെ. അത് തന്നെ യൂറോപ്പിലും US ആളുകൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഇപ്പം പ്രത്യേകിച്ച് കുറച്ച് ഏഷ്യൻ കൺട്രീസിലൊക്കെ അത്യാവശ്യം നമുക്ക് ഫ്രീ മൈൻഡാണ്. ആളുകൾ അത്ര ഒരു പ്രഷറൊന്നും ഇല്ല. ഒരു 9 മണിക്ക് കയറിയാൽ 5 മണിക്ക് ഇറങ്ങാം. ആ സ്കീമിലാണ് ഇവിടെ സത്യത്തിൽ. ഞാൻ പറയുന്ന ചെറിയ ചെറിയ ജോലികളൊന്നുമല്ല. ഇപ്പം ചില ആളുകൾ യൂറോപ്പിലൊക്കെ പറയുന്നുണ്ട് എനിക്ക് 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ വർക്ക് ചെയ്താൽ മതിയെന്ന്. ചില പ്രൊഫഷണലുകൾക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ. പക്ഷേ ഏറ്റവും കൂടുതൽ അവിടെ ഈ ഭയങ്കരമായിട്ട് പണിയെടുക്കുന്ന ആളുകളാണ് ഉള്ളത്. ഇപ്പം നമുക്ക് നല്ല പവറുള്ള പണിയാണെങ്കിൽ അതനുസരിച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ടൈം കൊടുക്കുകയും ചെയ്യണം. അങ്ങനത്തെ ജോലികളാണ് അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത്. അതുകൊണ്ടാണ് ഈ അമേരിക്കൻ വേ, ഈ യൂറോപ്യൻ വേ ആണ് കറക്റ്റായിട്ട് ദുബായ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദുബായ് ഭയങ്കരമായിട്ട് റൈസ് ആകുന്നത്. പക്ഷെ അതുകൊണ്ട് അവരുടെ ആളുകളുടെ ഇടയിൽ കുറച്ച് ഡിപ്രഷനും ആങ്സൈറ്റിയൊക്കെ നന്നായിട്ടുണ്ട്. കാരണം ഒരു സമയം പോലും ഇല്ലാണ്ടാണ് ഒരു വർക്കിന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. വർക്ക് ചെയ്യുക, വന്ന് കിടന്നുറങ്ങുക, വർക്ക് ചെയ്യുക, വന്ന് കിടന്നുറങ്ങുക. ഈ ഒരു ലൈഫ് സ്റ്റൈലാണ് എല്ലായിടത്തും ഫോളോ ചെയ്യുന്നത്. അപ്പം ഇന്ത്യയിൽ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ലെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഇന്ത്യയിൽ എല്ലാവരും ഭയങ്കര ഫ്രീ മൈൻഡാണ്. പക്ഷെ ഞാൻ പറഞ്ഞ എല്ലാവരും അല്ല, ഇവിടെ കുറേ പേര് നന്നായിട്ട് അതുപോലെ തന്നെ കഷ്ടപ്പെടുന്നുണ്ട്. ചിലപ്പോൾ അതിൽ കൂടുതലും കുറേ പേര് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ചില സ്ഥലത്തൊക്കെ 24 hours ആളുകളൊക്കെ പണി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ എന്നാലും ഈ മിയ പറഞ്ഞാലും ഒരു 7 കിങ്ഫിഷർ ബിയർ കുടിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ല, വെള്ളം പോലെ തോന്നി എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല അത്ഭുതമുണ്ട്. എനിക്കത് വിശ്വസിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എൻസൈമിൻ്റെ കാര്യം പുള്ളിക്കാരി പറഞ്ഞപ്പോൾ അത് ഞാൻ വീട്ടിൽ വന്നൊന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് ശരിയായിട്ട് തോന്നി. എന്നിട്ട് ഇവിടെ വന്ന് കിങ്ഫിഷർ കുടിക്കാണ്ട് ബ്രിട്ടീഷ് എംപയർ അങ്ങനെ എന്തോ ഒരു ബിയറാണ് ഈ പുള്ളിക്കാരുടെ ഫ്രണ്ട്സും കൂടി കുടിച്ചത്. അപ്പോൾ ഗായ്സ്, ഞാൻ ഒരിക്കലും ആൽക്കഹോൾ കുടിക്കാൻ പറയത്തില്ല. നിങ്ങൾ ഒരിക്കലും കുടിക്കുകയും ചെയ്യല്ല്. നമ്മളെപ്പോഴും ഫിറ്റ്നസിൻ്റെ പുറകെ പോകുള്ളൂ. നമ്മൾ നന്നായിട്ട് ഡയറ്റ് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ആൽക്കഹോൾ കുടിക്കണമെങ്കിൽ വല്ലപ്പോഴും കുടിക്കാൻ നോക്കുക. നിങ്ങൾ ഭയങ്കര വല്ല ആഘോഷത്തിലൊക്കെ ആണെങ്കിൽ അത് വർഷത്തിൽ 1-2 പ്രാവശ്യം കുടിക്കാൻ നോക്കുക. കുടിക്കുവാണെങ്കിൽ തന്നെ ഞാൻ അതുപോലും റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷേ ആൽക്കഹോളിൽ നിന്നൊക്കെ മിക്കപ്പോഴും മാറി നിൽക്കുന്നതാണ് നല്ലത്. അപ്പം അത്രയുള്ളൂ ഗായ്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.